എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്നു പറയുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ വ്യക്തി നിങ്ങളോട് ആ വ്യക്തിയുടെ സ്നേഹം തുറന്നു പറയുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി എന്താണെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയുന്ന സമയത്തുള്ള ആ പേഴ്സൻ്റെ എനർജി എന്താണെന്നും നിങ്ങളുടെ എനർജി എന്താണെന്നും നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയുക. അതായത് ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കുമെന്നും നമുക്ക് നോക്കാം. എല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അതിന് തയ്യാറാകുന്നില്ല. നിങ്ങൾക്കിപ്പോഴും ആ പേഴ്സണോടൊരു ചെറിയ പിണക്കമുണ്ട്, ആ പേഴ്സണും നിങ്ങളോട് ചെറിയ പിണക്കമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ അത് നിങ്ങൾ വെറുതെ കാണിക്കുന്നതായിരിക്കാം. ശരിക്കും നിങ്ങൾക്ക് പിണക്കമുണ്ടായിരിക്കണമെന്നില്ല എന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങളും ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതിന് നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ പേഴ്സൺ എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ എത്രമാത്രം ആ പേഴ്സണോട് പിണങ്ങിയിരുന്നാലും ശരി, അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രമാത്രം നിങ്ങളോട് പിണങ്ങിയിരുന്നാലും ശരി, ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെയാണ്. നിങ്ങളും ആ പേഴ്സണെ കാണുന്നത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളെ പോലെ ആയിരിക്കാം. അത്രമാത്രം പ്രാധാന്യം നിങ്ങളും ആ പേഴ്സണ് നൽകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ നിങ്ങളോട് എത്രമാത്രം പിണങ്ങിയിരുന്നാലും നിങ്ങൾ ആ പേഴ്സണ് വളരെയധികം പ്രാധാന്യം ഇപ്പോഴും നൽകുന്നുണ്ടെന്നും ആ പേഴ്സണും നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഇപ്പോഴും നൽകുന്നുണ്ടെന്നും ആ പേഴ്സണും വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ ചെറിയ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി ആ പേഴ്സൺ നിങ്ങളെയും നിങ്ങൾ ആ പേഴ്സണെയും കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന്. അത് ആ പേഴ്സന് വളരെ വലിയൊരു ആഗ്രഹമാണ് എന്ന് പറയാം. മേ ബി അത് ആ പേഴ്സൺ ആരോടും പറയുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നാണ്. കാരണം മറ്റൊന്നുമല്ല, മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നീണ്ടു പോകാതെ നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മനോഹരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് ആ പേഴ്സണ് വളരെയധികം വിശ്വാസമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ കാരണം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് ആ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതായത് ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നത് കേൾക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്.
അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ വേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ ഒത്തിരി നാളായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്നാണോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അന്ന് മുതൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയുമ്പോഴുള്ള ആ പേഴ്സൻ്റെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയും നമുക്ക് നോക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയുമ്പോൾ വളരെ ധൃതിപ്പെട്ട് പറയുന്നുണ്ടായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും, പക്ഷെ വളരെ ധൃതിയിലായിരിക്കും ആ പേഴ്സൺ പറയുക. നിങ്ങൾ തന്നെ വിചാരിക്കും ഇത്രയും ധൃതിപ്പെട്ട് പറയേണ്ട ആവശ്യം എന്താ, സാവധാനം പറഞ്ഞുകൂടെയെന്ന്. മേ ബി ആ പേഴ്സൺ കുറച്ച് പേടി ഉണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതിൽ. അതുകൊണ്ടായിരിക്കാം കുറച്ച് ധൃതി ഉണ്ടായിരിക്കും ആ പേഴ്സൺ സംസാരിക്കുമ്പോൾ. ധൃതിപ്പെട്ടായിരിക്കും ആ പേഴ്സൺ സംസാരിക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് മനസ്സിലാകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സൺ പറയുന്ന എല്ലാ കാര്യവും മനസ്സിലാകണമെന്നില്ല. കാരണം അത്ര സ്പീഡിലായിരിക്കാം മേ ബി ആ പേഴ്സൺ സംസാരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ പറയുമായിരിക്കാം പതുക്കെ സംസാരിക്കൂ, പറയുന്നതിൽ പകുതിയും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന്. അതിനുശേഷം ആ പേഴ്സൺ പതിയെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുമായിരിക്കാം. അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൻ്റെ ആ സമയത്തെ എനർജി അതായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സൺ എന്താണോ പറയുന്നത് ആ പേഴ്സൺ പറയുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ വാക്കുകളും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി ആ പേഴ്സൺ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആ പേഴ്സണ് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾ അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ആ പേഴ്സൺ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ അത്രമാത്രം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരിക്കും. മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി നിങ്ങളും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് ഇതുപോലെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയണമെന്ന് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് പറയുന്ന സമയത്ത് നിങ്ങൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കും. അതായത് ആ പേഴ്സണ് പറയാനുള്ളത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയുന്നത് എങ്ങനെയായിരിക്കുമെന്ന്. അതായത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആ പേഴ്സൺ നിങ്ങളോട് പറയുന്നതാണെന്ന് വിചാരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, സത്യം പറയട്ടെ, തന്നോട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ തന്നോട് ഒരുപാട് സംസാരിക്കുന്നതാണ് ഞാൻ. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് തനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണത്. പക്ഷേ ഇപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നോട് സംസാരിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടെങ്കിൽ പോലും എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അതെങ്ങനെ പറഞ്ഞു തുടങ്ങണം അല്ലെങ്കിൽ തന്നെ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ശ്രമിക്കും. കാരണം ഒരുപാട് നാളായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു തന്നോട് ഒന്ന് സംസാരിക്കാനായിട്ട്. താനും എന്നോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കെന്തായാലും തന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് എന്താണോ പറയാനുള്ളത് അത് ഞാൻ തന്നോട് പറയും. താനതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. എന്നുവെച്ചാൽ താൻ തൻ്റെ അഭിപ്രായങ്ങളൊന്നും പറയണ്ട എന്നല്ല, തനിക്ക് എന്താണോ പറയാനുള്ളത് അത് തനിക്ക് പറയാം. തൻ്റെ അഭിപ്രായങ്ങളൊക്കെ തനിക്ക് പറയാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് ആദ്യം താനൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതിനുശേഷം തനിക്ക് പറയാനുള്ളത് തനിക്ക് പറയാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തിനാ ശരിക്കും താൻ എന്നോട് പിണങ്ങിയത്? സത്യമായിട്ട് എനിക്കത് ഓർമ്മയില്ല. അത്രയ്ക്ക് എന്താ നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടായത്? ഒരു ചെറിയ പിണക്കമല്ല. മേ ബി അത് തനിക്ക് വലിയ പിണക്കമായിരിക്കും. പക്ഷെ ഇത്ര നാൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പിണക്കം ഉണ്ടായിരുന്നോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത്ര നാൾ സംസാരിക്കാതെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തൻ്റെ സംസാരം എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന്. താനൊന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? എത്രമാത്രം തൻ്റെ സംസാരമൊന്ന് കേൾക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ടെന്നറിയോ? ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ താൻ വിചാരിക്കും ചുമ്മാ പറയുന്നതാണ്, വെറുതെ പറയുന്നതാണെന്നൊക്കെ. അങ്ങനെ അല്ല. ശരിക്കും ഞാൻ തന്നോട് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. തന്നോട് സംസാരിക്കണം എന്നതിലുപരി തൻ്റെ സംസാരം കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. മേ ബി കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് താൻ ഒരുപാട് സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ കളിയാക്കുമായിരുന്നു, എന്താ ഇങ്ങനെ നിർത്താതെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ താൻ സംസാരിക്കാതെ ഇരുന്നപ്പോൾ, ഇത്രയും നാൾ തന്നോട് സംസാരിക്കാതെ ഇരുന്നപ്പോഴാണ് തൻ്റെ സംസാരം ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നെനിക്ക് മനസ്സിലായത്. താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തന്നോട് സംസാരിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു.
അതുകൊണ്ടാണ് ഞാൻ തന്നോടിപ്പോൾ സംസാരിക്കുന്നത് പോലും. എനിക്കറിയാം താൻ എന്നോട് സംസാരിക്കാത്തതിന് ഞാൻ തന്നെയാണ് കാരണം, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിക്കാൻ ഞാൻ തന്നെയാണ് കാരണം. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ആ ഒരു സമയത്ത് ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇത്ര നാൾ താൻ എന്നോട് സംസാരിക്കാതെ ഇരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, എന്നോട് ഇത്രയും നാൾ സംസാരിക്കാതിരിക്കാൻ തനിക്ക് എങ്ങനെ പറ്റി? തനിക്ക് എങ്ങനെ അതിന് സാധിച്ചു? എനിക്ക് തന്നോട് സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ല. ഞാൻ തന്നോട് സംസാരിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എങ്ങനെ തന്നോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി ഞാൻ സംസാരിച്ചാൽ തനിക്കത് ഇഷ്ടമാകുമോ എന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര നാളും തന്നോട് സംസാരിക്കാതിരുന്നത്. തന്നോട് സംസാരിക്കാത്തത് കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. എനിക്കറിയാം തനിക്കും ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടാവുമെന്ന്. എങ്കിലും ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുന്നതേ ഉള്ളൂ. താൻ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എപ്പോഴും എൻ്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നതെന്ന്. അങ്ങനെ അല്ല, ഞാൻ തന്നെക്കുറിച്ചും ചിന്തിക്കാറുണ്ടായിരുന്നു. താനും വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നോട് സംസാരിക്കാൻ ശ്രമിച്ചതും. പക്ഷെ എന്തുകൊണ്ടോ എനിക്കതിന് സാധിച്ചില്ല. എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും എനിക്ക് പറയാനറിയില്ല. എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. തനിക്കറിയാമല്ലോ, എൻ്റെ കരിയറിൽ ഇപ്പോഴും ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ല. ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കറിയാമല്ലോ എനിക്കെൻ്റെ കരിയർ വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. എനിക്ക് മാത്രമല്ല തനിക്കും തൻ്റെ കരിയർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതങ്ങനെ തന്നെ ആയിരിക്കണം. ഇത്രയും നാൾ ഞാൻ എൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു പരിധിവരെ എനിക്കതിന് സാധിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. സാരമില്ല, അതൊന്നും സാരമില്ല. പക്ഷേ താൻ എന്നോട് സംസാരിക്കാത്തതാണ് എനിക്ക് ഏറ്റവും വിഷമം. എനിക്കറിയില്ല എന്താണ് തന്നോട് പറയേണ്ടതെന്ന്. സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതുകൊണ്ട് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. തന്നെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ശേഷമാണ്. സത്യസന്ധമായി പറയുകയാണ്. അതിനു മുൻപും താൻ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു, ഞാൻ തന്നെയും ഇഷ്ടപ്പെട്ടിരുന്നു. അതൊക്കെ സത്യമാണ്. പക്ഷേ ഇത്രമാത്രം തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നെനിക്ക് മനസ്സിലായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ശേഷമാണ്. ചില സമയത്ത് ഞാൻ ചിന്തിക്കും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് നല്ലതിനാണ്. അതുകൊണ്ടാണ് തന്നെ എത്രമാത്രം എനിക്കിഷ്ടമാണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത്. ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് തന്നെ മിസ് ചെയ്യുന്നത് പോലെ തനിക്കും എന്നെ മിസ് ചെയ്യുന്നുണ്ടാവുമെന്ന്. എങ്കിലും ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട് താൻ എന്നെ മറന്നോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമാവും. തനിക്കെന്നെ മറക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. തനിക്കെന്നെ മറക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും എനിക്ക് തന്നെ മറക്കാൻ സാധിക്കില്ല. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നോട് പറഞ്ഞത്. വെറുതെ പറയുകയാണെന്ന് വിചാരിക്കരുത്. തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനിനി അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നു, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും തന്നെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു. താനിപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും? താൻ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? തനിക്ക് വിഷമം വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ താൻ എന്നോട് പറഞ്ഞില്ലേ തനിക്ക് കരിയറിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണമെന്നൊക്കെ. അതൊക്കെ തനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിച്ചോ? അതുപോലെ താൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കുമോ? തനിക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. എനിക്കൊരു കാര്യം അറിയോ, ഞാൻ തന്നെ ഒരുപാട് വട്ടം സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തന്നെ ഇത്രമാത്രം സ്വപ്നം കാണുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, തന്നെ സ്വപ്നം കാണുന്ന സമയത്തെല്ലാം ഞാൻ ഒരുപാട് സന്തോഷിക്കാറുണ്ട്. സ്വപ്നത്തിൽ താൻ എപ്പോഴും സന്തോഷിച്ച് ചിരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഞാൻ എപ്പോഴും കാണുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ചിരി കാണാൻ സാധിക്കുന്നില്ല. തനിക്കൊന്ന് ചിരിച്ചുകൂടെ? തൻ്റെ ചിരി കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല ചിരിക്കണോ വേണ്ടയോ എന്നുള്ളത് തൻ്റെ ഇഷ്ടമാണ്. പക്ഷെ ഒന്ന് ചിരിച്ചാൽ കൊള്ളായിരുന്നു. സാരമില്ല. ഈ റിലേഷൻഷിപ്പിനൊരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ തൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് തൻ്റെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ. ഇനിയെല്ലാം തൻ്റെ ഇഷ്ടം. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്നോട് പറയാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആയിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം ആ പേഴ്സൺ തുറന്ന് പറയുന്നുണ്ടാവുക.
എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം. നിങ്ങളുടെ എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലായത് ആ പേഴ്സൺ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കേട്ടിരിക്കുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഇതൊക്കെയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ റീഡിംഗ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.